ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. എങ്ങനെയാണ് ജോബ് കിട്ടാനായിട്ട് ഞങ്ങൾ ട്രൈ ആക്കണ്ടേ? സോ ഇന്ന് ഞാൻ പറയാൻ പോണത് ടോപ്പായിട്ടുള്ള ഒരു 10 വെബ്സൈറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണേ. ഈ ഒരു സൈറ്റുകൾ വഴി നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് UAE ജോബ് കിട്ടും എന്നുള്ളത് കൺഫേം ആയുള്ള കാര്യമാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം ഞാൻ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഒരു 6 വർഷത്തിൻ്റെ ഇടയിൽ ഞാനൊരു 5-6 കമ്പനീസ് ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജോബ് പോയി വിത്തിൻ 1 വീക്ക് അതല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ എനിക്ക് ജോബ് കിട്ടും. ഞാനൊരു ഫസ്റ്റ് UAE വന്നപ്പോൾ ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലിക്ക് കയറി. പിന്നെ അതിന് ശേഷം ഞാൻ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പേരുള്ള ഒരു അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ ഞാൻ കയറി. അത് എനിക്ക് പഴയ കമ്പനിയിൽ നിന്ന് ഞാൻ ജോബ് ഇറങ്ങിയിട്ട് വിത്തിൻ 3 ഡേയ്സ് 4 ഡേയ്സിനുള്ളിൽ എനിക്ക് ജോബ് കിട്ടി. അതിന് ശേഷമാണ് ഞാൻ ഈ സാധനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണത്. കാരണം ടോപ്പായിട്ടുള്ള ഒരു 10 വെബ്സൈറ്റ്. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലിങ്ക്ഡിനിൽ നമ്മൾ മാക്സിമം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നോക്കുക. അതിൽ ജോബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കിട്ടാൻ ചിലപ്പോൾ കിട്ടാതിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ വേറെ തേർഡ് പാർട്ടി സൈറ്റ് ത്രൂ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെഫറൻസ് ത്രൂ നിങ്ങളൊരു കമ്പനിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു, അവർ നോക്കണത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലായിരിക്കും. അവർ അത് ത്രൂ ഹയർ ചെയ്യണമെന്നില്ല, അവർ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ഷൻസ് ഇല്ല, നിങ്ങൾ അവിടെ ഡെഡ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്, ആകെ എല്ലാ വർഷവും വന്ന് റിസ്യൂം അപ്ഡേറ്റ് ചെയ്യാൻ മാത്രം തന്നെ ജോബ് കുറേ അപ്ലൈ ചെയ്യാൻ വേണം. ആ ഒരു സ്റ്റേജിൽ അവർ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇത് വലിയ ആക്റ്റീവ് ആയിരിക്കില്ല എന്നും പറഞ്ഞിട്ട് അവർ സ്കിപ്പ് ചെയ്യും. സോ ലിങ്ക്ഡിനിൽ നിങ്ങൾ മാക്സിമം പോസ്റ്റുകൾ പിന്നെ ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക ലിങ്ക്ഡിനിൽ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത് ഇൻഡീഡിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് 2 വീക്ക് അപ്ഡേറ്റ്സ് അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പണിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ കണ്ടിന്യൂസ് അയച്ചുകൊണ്ടിരിക്കുക. ഡെയിലി ഒരു 20 to 50 കമ്പനികൾക്ക് നിങ്ങളിങ്ങനെ റിസ്യൂം അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു 2-3 കമ്പനികൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. നിങ്ങളത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അവർ തരും. നിങ്ങളത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഇതൊരു ഹൈ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ജോബ് പോർട്ടലാണ് ഇൻഡീഡ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നതാണ് ബേക്ക്. ഇതിനകത്തുനിന്ന് പറയുന്നത് മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയറിങ് കാര്യങ്ങൾക്ക്, പിന്നെ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ബേക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ആൾക്കാർ. സോ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ മാക്സിമം ജോബ്സിന് ഒരു 20 to 50 ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ സെയിം റേഷ്യോസിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊരു 1 to 4 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടിരുന്ന ടൈമോ കാര്യങ്ങളൊന്നും നോക്കണ്ട, രാത്രിയോ പകലോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഡെയിലി ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് കൺഫേം ഉള്ള കാര്യം. അടുത്ത സൈറ്റ് എന്ന് പറയുന്നതാണ് ഗൾഫ് ടാലൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം അതിനകത്ത് ആൾക്കാർ വിചാരിക്കും ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്യണില്ല എന്ന്. പക്ഷേ ഗൾഫ് ടാലൻറ്റ് ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യണ ഒരു ഹയറിംഗ് പോർട്ടലാണ് ഗൾഫ് ടാലൻറ്റ്. സോ നിങ്ങൾ അതിനകത്തും ഈ സെയിം പ്രൊസീജിയർ 20 to 50 ജോബ്സിനെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അടുത്തത് പറയുന്നത് നൗക്കറി ഗൾഫ്. ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കാമേഴ്സ് കാര്യങ്ങൾ കയറി വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ നിങ്ങൾ അതിനകത്ത് ഓരോന്ന് അയക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും നിങ്ങൾ അയക്കാനായിട്ട്. അടുത്ത പറഞ്ഞത് ഡുബിസെൽ. ഇത് സ്കാമേഴ്സിൻ്റെ മെയിൻ ഒരു ഏരിയ. ഡുബിസെൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ജെന്യുവിൻ സാധനങ്ങളും കിട്ടും, ബട്ട് ഫേക്ക് സാധനങ്ങളും കിട്ടും. നമ്മുടെ നാട്ടിലെ OLX ഇല്ലേ, അതേപോലത്തെ തന്നെ ഒരു പോർട്ടലാണ് ഇവിടുത്തെ ഡുബിസെൽ. നിങ്ങൾക്ക് ഓപ്ഷൻ വണ്ടികൾ കിട്ടും, വണ്ടികൾ വാങ്ങാനും വിൽക്കാനും പിന്നെ ജോബ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡുബിസെൽ. ബട്ട് സോ ഒരുപാട് സ്കാമേഴ്സ് വരും. അത് ഏത് കാറ്റഗറി ആയാലും, നിങ്ങൾക്ക് ഒരു റൂം വാങ്ങണമെങ്കിലായാലും ഒരു വണ്ടി എടുക്കണമെങ്കിലായാലും അല്ലെങ്കിൽ ഒരു ജോബിനായാലും നിങ്ങൾക്ക് സ്കാമേഴ്സ് വരുന്നുള്ളത് കുറച്ച് പക്കയായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പറഞ്ഞ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് ഫൗണ്ട് ഇറ്റ് ഗൾഫ്. ഇതിലെന്ന് പറഞ്ഞാൽ ഇത് അധികം അറിയപ്പെടാത്തൊരു സൈറ്റാണ്. സോ ഇതിനകത്ത് മേ ബി സ്കാമേഴ്സ് വരാം, ബട്ട് ഇതുവരെയായിട്ടും നല്ല എന്തായാലും ഒരു 30% മാത്രമാണ് സ്കാമിങ് ആപ്പ് എന്നുള്ള രീതിയിൽ ഇത് അറിയപ്പെടാം. ബട്ട് ഒരുപാട് കമ്പനീസ് യൂസ് ചെയ്യുന്നത്, ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനി വരെ യൂസ് ചെയ്യണത് ഈ ഒരു സൈറ്റാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കലീജ് ടൈംസിൻ്റെ ജോബ്സ്. അത് നല്ല പക്ക ജെന്യുവിൻ സാധനങ്ങളായിരിക്കും. നല്ല സാലറിയും കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ജോബ്സ് മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ത്രൂ അങ്ങനെയുള്ള ടൈപ്പിലാണ് ഈ കലീജ് ടൈംസ് ജോബ്സിൽ അവർ ജോബ് പ്രൊമോട്ട് ചെയ്യണത്. സോ അത്രയ്ക്കും നല്ല ജെന്യുവിൻ ക്ലയൻസ്, മേ ബി കലീജ് ടൈംസിൻ്റെ ക്ലയൻസുകളായിരിക്കും. അങ്ങനെയുള്ളവർ
പറഞ്ഞിട്ട് അവർ ഇടുന്ന ജോബ്സ് ആയിരിക്കും കലീജ് ടൈംസ് ജോബ്സിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കാം. സോ അത് നിങ്ങൾ വീക്കിലി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. ഇപ്പോൾ ജോബ് സ്വിച്ച് ചെയ്യണവർക്കായാലും പുതിയ ജോബിലേക്ക് കയറാനുള്ളവർക്കായാലും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പോർട്ടലായിരിക്കും നമ്മുടെ കലീജ് ടൈംസ് ജോബ്സ്. പിന്നെ അടുത്ത് വരുന്നത് ഗൾഫ് ന്യൂസ് കരിയേഴ്സും. ഇതും സെയിം തന്നെയാണ്, നമ്മുടെ കലീജ് ടൈംസിൻ്റെ സിമിലർ ആണ് ഇതും വരുന്നത്. സോ ഇതിനകത്തും നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് നല്ല നല്ല ഓപ്ഷൻസ് ലൈക്ക് എമിറേറ്റ്സിൽ ജോബ്, അതല്ലെങ്കിൽ എന്താ പറയുക ടോപ്പ് പ്രീമിയം കമ്പനീസ്, ഇൻ്റർനാഷണൽ കമ്പനീസ്, അങ്ങനെയുള്ള കമ്പനീസിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ബെസ്റ്റ് ഓപ്ഷൻസ്. അടുത്തത് വരുന്നത് ദുബായ് കരിയേഴ്സ്. ഇതിനകത്തെന്ന് പറയുന്നത് അവർ മെയിൻലി എമിറേറ്റ്സ്, ഡെനാറ്റ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കമ്പനീസ് മാത്രം പ്രൊമോട്ട് ചെയ്യണ ഒരു സൈറ്റാണ്. അവർക്ക് എപ്പോഴും ഹയറിങ് പ്രോസസ്സ് വരണമെന്നില്ല. ഡെയിലി 20-50 അയക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ID കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജോബിന് സിമിലർ ആയിട്ടുള്ളത്, നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് ഉള്ള ജോബ്സിന് നമ്മൾ എലിജിബിൾ ആണോ. RTIയിലൊക്കെ ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ഹിസ്റ്ററി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വളരെ പാടായിരിക്കും, ഡെനാറ്റയിലായാലും എന്തിലായാലും. സോ നമ്മുടെ പൊസിഷൻ എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ IDയിൽ എന്താണോ നമ്മുടെ പൊസിഷൻ, എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ്, അത് നോക്കിയിട്ടായിരിക്കും ഇതിനകത്തൊക്കെ ഹയറിങ് പ്രൊസീജിയറിൽ നമ്മൾ എലിജിബിൾ ആവുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മെയിൻലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് UAEയിൽ ജോബ് കിട്ടാൻ വളരെ ഈസിയാണ്. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ട് രാത്രി അയക്കരുത്, പകൽ അയക്കരുത്, ഉച്ചയ്ക്ക് അയക്കരുത്, അത് വെറും റോങ്ങാണ്. നിങ്ങൾ കണ്ടിന്യൂസ് അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ 10 സൈറ്റിൽ എല്ലാ സൈറ്റിലും ഞാൻ പറയാം, ഒരു 7 സൈറ്റ് ഞാൻ പറഞ്ഞത് ഡെയിലി 20 to 50 നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതാണ് കുറച്ച് ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. നിങ്ങൾ അങ്ങനെ അയക്കുമ്പോൾ തന്നെ ഒരു ദിവസം 200-ൽ മേലെ കമ്പനികളിൽ നിങ്ങൾ അയക്കുക. എന്തായാലും നിങ്ങളുടെ റിസ്യൂം, CV കാര്യം, പോർട്ട്ഫോളിയോ എല്ലാനും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺഫേം ആയിട്ട് വിത്തിൻ 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 10 ഇൻ്റർവ്യൂ കോളെങ്കിലും വന്നിരിക്കും എന്നുള്ളത് കൺഫേം. നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് സക്സസ് ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പറോ കാര്യങ്ങളോ എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു തരാം. സോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. പോർട്ട്ഫോളിയോ എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാം, CV എങ്ങനെയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം, അതൊക്കെ ഒരു ക്യാഷോ കാര്യങ്ങളോ ഒന്നും വേണ്ട, വിത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും.